ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തേശുവിലുള്ള എൻ്റെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജോൺ ജോർജ് പാസ്റ്റർ, കുടുംബം, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തേശുവിലുള്ള സ്നേഹബന്ധങ്ങളെ അറിയിക്കുന്നു. ഈ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് ദൈവം നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കൾ ഒന്നിച്ച് വസിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. അതിൻ്റെ മക്കൾ ഒന്നിച്ച് ചേരുന്നത് വളരെ സന്തോഷകരമാണ്. കാരണം യേശു പറഞ്ഞു, 2 or 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്ന മധ്യത്തിൽ ഞാനുണ്ട്. സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് നമ്മൾക്ക് വിടുതൽ അയക്കുന്ന ദൈവം തന്നെയാണ്. വചനം പറയുന്നവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുകൂടി നടക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യോവേൽ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. പലപ്പോഴും ലജ്ജിച്ചു പോകാത്തതിൻ്റെ കാര്യം ഇസ്രായേൽ പുതിയ നിയമസഭയാകുന്ന ഇസ്രായേലായിരിക്കുന്ന ആ ദൈവജനത്തോടുകൂടെ ദൈവമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, എന്നിലും ഞാൻ നിങ്ങളിലും, എൻ്റെ വചനം നിങ്ങളിലും ഉണ്ടെങ്കിൽ ഞാനും പിതാവും കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ്ലീഹ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്. നാം ദൈവത്തോടു കൂടെ ചേരുകയും ദൈവത്തോടു കൂടെ നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. ഫിലിപ്പിയ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഓരോ അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, സ്തോത്രം, എതിയെയും ആ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. ഈ ഫിലിപ്പിയ ലേഖനം ഇത് താൻ എഴുതുന്നത്, ഇതിന് പറയുന്നത് കാരാഗ്രഹ ലേഖനമെന്നാണ്. താനിപ്പോൾ ഇത് എഴുതുമ്പോൾ താനായിരിക്കുന്ന അവസ്ഥ കാരാഗ്രഹത്തിൽ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൻട്രൽ ജയിലിലാണ്. ഒരു ജയിലിൽ കിടക്കുന്ന അനുഭവമാണ്. ഒരു കൈ, സ്തോത്രം, കാലുകൾ ആമത്തിലിട്ടുകൊണ്ട് താൻ ജയിലിൽ കിടക്കുന്ന ഒരു അനുഭവം, ഒരു ബന്ധനത്തിൽ കടന്നുകൊണ്ടാണ് താൻ ഇത് എഴുതിയിരിക്കുന്നത്. ഈ 4-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. സ്തോത്രം. അപ്പോൾ അതെന്താണ്? ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ഈ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? സ്തോത്രം. ഞാൻ ഇൻട്രൊഡക്ഷനായി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളത് എത്രത്തോളം ശ്രദ്ധിച്ചു? ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആള് സന്തോഷിക്കണമെന്ന് മറ്റൊരാളോട് പറയണമെങ്കിൽ, സ്തോത്രം, ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ അവസ്ഥ ഇതാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് താൻ ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങൾ സന്തോഷിക്കണമെന്ന്. അത് സന്തോഷിക്കണമെന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരണം തന്റെ ഹൃദയത്തിൽ സന്തോഷമുള്ളത് കൊണ്ടാണ് താൻ സന്തോഷിക്കണമെന്ന് പറയുന്നത്. തനിക്ക് ഈ കാരാഗ്രഹം ഒരു ദുഃഖകരമായ അനുഭവമല്ല. കാരണം താൻ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എനിക്ക് അത്യുത്തമം. കാരണം അത് പറയാൻ കാരണം യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. സ്തോത്രം. ഞാനും എൻ്റെ പിതാവും കൂടെ നിങ്ങളുടെ കൂടെ നടക്കും. സ്തോത്രം. നീ ഇരിക്കുമ്പോൾ, നീ എഴുന്നേൽക്കുമ്പോൾ, സ്തോത്രം, എന്ന് വേണ്ട, നിന്നെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തിയാലും അവിടെ ആര് വരും? സ്തോത്രം. അരിമനാഥൻ നിന്റെ കൂടെ വരും. യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ വാക്യം ഞാനിവിടെ പറയുന്നു. അവിടെ പറയുകയാണ്, ഇസ്രായേലേ, നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നീ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്.
നീ ചെങ്കടലിന്റെ മുമ്പിലായിരിക്കും വന്ന് നിൽക്കുന്നത്. എരിഹോ മതിൽ നിനക്ക് വലിയ ഭാരമായിരിക്കും നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ഒന്ന് ഓർത്തോണം, നിന്റെ ഉള്ളിലിരിക്കുന്നത്, നിന്റെ കൂടെ നടക്കുന്നത്, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും തന്റെ ജനത്തെ നടത്തിയവനാണെങ്കിൽ ഒന്നോർത്തോണം, ഹല്ലേലൂയ സ്തോത്രം, അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ പാത്മോസ് നിനക്കൊരു ഭാരമല്ല, കാരാഗ്രഹം നിനക്കൊരു ഭാരമല്ല, നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയും നിനക്കൊരു ഭാരമല്ല. നിന്നെ കരം പിടിച്ചിരിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഏത് രാത്രിയിലാണെങ്കിലും, എത്ര സ്തോത്രം തീവ്രവാദികളുടെ നടുവിലൂടെ നടന്നാലും സ്തോത്രം, ഭർത്താവ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭയങ്കര ധൈര്യമാണ്. സ്തോത്രം, ഒരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ എത്ര നായ്ക്കൾ കുരച്ചുകൊണ്ട് വന്നാലും ഒരു കുഞ്ഞിന് ഭയങ്കര ധൈര്യമാണ്. കാരണം എൻ്റെ അപ്പൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ ഒരുവനുണ്ട്. സ്തോത്രം, പ്രതിസന്ധി എത്ര ഭയങ്കരമായിരുന്നാലും ദൈവത്തെ അറിയുന്ന ഒരു ദൈവവൈദ്യരെ, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നാം വായിച്ചാൽ അവിടെ ഹല്ലേലൂയ സ്തോത്രം ശ്രദ്ധേയമായ ഒരു വാക്യം പൗലോസ് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ ശ്രദ്ധേയമായ വാക്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. മതി. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങളെ അറിഞ്ഞിരിക്കുക. നീ കർത്താവിന്റെ കരത്തിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് നിന്റെ കരത്തിലും പിടിച്ചിരിക്കുക. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അഭേദ്യ ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കാരാഗ്രഹം നിനക്ക് വട്ടുമത്തയാ. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ മരുഭൂമി നിനക്ക് സ്വർഗമാ. ഹല്ലേലൂയ സ്തോത്രം, എന്താണെന്നറിയാമോ? നിന്റെ കൂടെ നിന്റെ അപ്പൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നീ ആരുടെ മടിയിലാ കിടക്കുന്ന? പണ്ടൊരു ദേവദാസൻ പറഞ്ഞതുപോലെ, ദാനിയേലിനെ കൊണ്ടോ ഈ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിട്ടപ്പോൾ ദൈവം കൂടെയുള്ളവൻ, ദൈവം അറിയുന്നവൻ, തന്റെ ഭക്തൻ, സ്തോത്രം, എവിടാ കിടക്കുന്നത്? ഇപ്പോൾ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്താ. പക്ഷെ ഒന്നുണ്ട്, ഈ സിംഹത്തിന്റെ വയറ് ഇവന് തലവണയാ. സ്തോത്രം, അവന്റെ ദേഹം, സിംഹത്തിന്റെ ദേഹം അവന്റെ മെത്തയാ. സ്തോത്രം, എന്താ കാരണം? സ്തോത്രം, അവനെ അറിയുന്ന ഒരു ദൈവമാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മളൊന്ന് വന്നേ. അവിടെ പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഹെരോദാവ് അവന്റെ തല കട്ട് ചെയ്യാൻ പോവുകയാ. അവിടെ എങ്ങനെയാ വായിക്കുന്നത്? യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനെ അവർ വാളുകൊണ്ടുവന്നു. സ്തോത്രം, അത് യഹൂദന്മാർക്ക് പ്രസാദമായിരുന്നു. അവർ പത്രോസിനെയും എന്ത് ചെയ്തു? പിടിച്ചു. സ്തോത്രം, പക്ഷേ പത്രോസിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇവൻ കാരാഗ്രഹത്തിൽ എന്ത് ചെയ്യുക എന്നറിയും? ഉറങ്ങുകയാണ്. അവൻ എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, ഒരുവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്നു, ഒരുവൻ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ പറയുക സന്തോഷിച്ചോളാൻ. ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരെ വിലപ്പെടുത്തുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒന്നോർക്കണം, പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമുണ്ട്. കർത്തൃ ദിവസത്തിൽ ഇറങ്ങി വന്ന് വെളിപ്പാടുകളെ കൊടുത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴിതാ ജീവിക്കുന്നവനാകുന്നു. സ്തോത്രം, ഭയപ്പെടാണ്ട എന്ന ഏകാന്തതയ്ക്കുള്ള നടുവിൽ ഇറങ്ങി വന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ധൈര്യം പറയാൻ പറ്റും. സ്തോത്രം, എന്തിനാ ഇത് പറയാനുള്ള കാരണം? ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്റെ ദൈവമോ. സ്തോത്രം, അപ്പോൾ ഒരു കാര്യം പൗലോസ് ശക്തമായി പറയുക, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഈ മാർഗക്കാരെ തകർത്ത് കളയാൻ പോയപ്പോൾ അവിടെ വെച്ച് ശൗരേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ ഒരു സഭാ നേതാവും വിളിച്ചു ചോദിക്കാൻ പോയില്ല. അവിടെ ഹല്ലേലൂയ ഉപദ്രവിക്കപ്പെട്ടവരാരും പോയില്ല. അനന്യാസ് പറയുന്ന ഒരു പദമുണ്ടോ? ദൈവം അനന്യാസിനോട് സംസാരിക്കുമ്പോൾ അനന്യാസ് എന്ന ഭക്തൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അയ്യോ അവന്റെ വീട്ടിലോട്ടോ, ഹല്ലേലൂയ അവൻ ഇവിടെ എല്ലാം ഈ മാർഗക്കാരെ മുഴുവൻ മുടിക്കാനായിട്ട് നടക്കുന്നവനാ. സ്തോത്രം, അവന്റെ ഒരിക്കലാണോ ഞാൻ പോകേണ്ടത്? കണ്ടോ, ഒന്ന് ഓർത്തു നോക്കി, അവരാരും പൗലോസിനോട് സംസാരിക്കാൻ പോയില്ല. ഞാൻ ഇവിടുന്ന് ഒരു ദൂതിയാൻ പറയാം, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, എന്റെയും നിങ്ങളുടെയും ഓരോ ചലനങ്ങളും സൂക്ഷിക്കുന്ന ദൈവം, ആ ദൈവം നമ്മളെ അറിയുന്നുണ്ട്. നാളെ നമുക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് ദൈവം അറിയുന്നുണ്ട്. നാളെ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ദൈവം അറിയുന്നുണ്ട്. ഇതുകൊണ്ടാ യേശു ക്രിസ്തു പറഞ്ഞത്, നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട, ഹല്ലേലൂയ ആ ദിനത്തെ ഓർത്ത് വിചാരപ്പെടുന്ന ഒരു പിതാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇത്ര സ്നേഹവാനായ ഒരു ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത്. പൗലോസ് ശക്തമായി പറയും, എന്റെ ദൈവമോ. സ്തോത്രം, ചങ്കത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാം, ഹല്ലേലൂയ സ്തോത്രം,
എന്റെ ദൈവമോ. എന്താ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നിങ്ങൾക്കറിയാമോ? അവനെ ഒരു പ്രാവശ്യം അവൻ കപ്പലിൽ കൂടി കടന്നു പോകുമ്പോൾ കപ്പൽ ഹല്ലേലൂയ ഛേദത്തിൽ അവൻ അപകടപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പ്രാണൻ കൂടെ നഷ്ടപ്പെട്ടെന്നാ വിചാരിച്ചത്. പക്ഷേ അന്ന് രാത്രിയിൽ ദൂതൻ ഇറങ്ങി. കപ്പലിലുള്ള മറ്റുള്ളവരുടെ 200 ചില്ലുവാനും പേരുണ്ട്. അവിടെ കപ്പൽ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആരുടെയും അരിക്കലല്ല ചെന്നത്. ഭക്തനായ ദൈവം അറിയുന്ന ഒരു ദൈവം ഇതിന്റെ അരിക്കൽ ദൈവം ചെന്നു. പൗലോസേ, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാ. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആർക്കും പ്രാണനാനി വരത്തില്ല. സ്തോത്രം. ഇങ്ങനെ പറയുന്ന ഒരു ദൈവം ഹല്ലേലൂയ പൗലോസിനുണ്ട്. പൗലോസ് പറയും, എന്റെ ദൈവമോ. സ്തോത്രം. നമ്മൾക്കൊരു ദൈവമുണ്ട്. അതിൽ നിന്ന് നമുക്ക് തരുന്ന ദൂതതാണ് പൗലോസ് കൈമാറുന്ന സന്ദേശം. അതാ, നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുറിച്ച് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ, അവിടെ യേശു പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇന്നത് ആവശ്യമെന്ന് എന്റെ സ്വർഗ്ഗസ്നാപിതാവ് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ യാചിക്കുന്നതിന് മുമ്പേ ഒരു ഞരക്കം കാണുമ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരോട് ഓരോ കാര്യം ചെന്ന് പറയുമ്പോഴാണ് അവരറിയുന്നത്. പക്ഷെ നമുക്ക് ഇന്നത് ആവശ്യമാണെന്ന് അറിയുന്ന ഒരു സ്വർഗം നമ്മുടെ കൂടെയുണ്ട്, ഒരു അപ്പൻ നമ്മുടെ കൂടെയുണ്ട്, ഒരു പിതാവ് നമുക്കുണ്ട്. ഇതാ അവിടെ പൗലോസ് പറയുന്നത്, എന്റെ ദൈവമോ. എങ്ങനെയാ പറയുന്നത്? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഒരു ദൈവവൈതലായതുകൊണ്ട് ബുദ്ധിമുട്ട് വരത്തില്ലെന്നല്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തുണ്ട്? കഷ്ടമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ഈ കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പലവട്ടം പട്ടിണിയുണ്ട്, പൈതാഹമുണ്ട്, ഉപദ്രവമുണ്ട്. ഇതെല്ലാം ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ട്. എന്നോട് അവർ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങളോടും അങ്ങനെ ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങളെ ഒന്നും വെറുതെ വിടും എന്നല്ല, ഞാനത് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ലെന്നല്ല. നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്. ക്രിസ്തു നിമിത്തം നിങ്ങൾക്ക് കഷ്ടം സഹിക്കാനും കൂടെ വരം നൽകിയിരിക്കുന്നു. അതൊരു വരമാണ്. സ്തോത്രം. അതൊരു വരമാണ്. കഷ്ടമുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തോണം, യേശു ധൈര്യം തരുന്നുണ്ട്. ധൈര്യപ്പെടുവീ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാ. അനർത്ഥം വരികയെന്നല്ല, നീതിമാൻ അനർത്ഥം വരത്തില്ലെന്നല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാ. പക്ഷെ ഒരു വാക്യം അവിടെ താഴെ പറയുന്നുണ്ട്, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവിക്കുന്നു. നീ സ്വയം വിടിവിക്കപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഡോക്ടറിന്റെ മരുന്നിന്റെ കഴിവുകൊണ്ടല്ല നീ വിടിവിക്കപ്പെട്ടത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിലവിളിയുടെ മുമ്പിലാ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വരുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന സർവശക്തന്റെ കരം നിന്റെ കൂടെ ചലിക്കുമ്പോഴാ നിനക്ക് വേണ്ടി വിടുതല കടന്നു വരുന്നത്. എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഞാനും നിങ്ങളും ഈ കർത്താവുമായി ബന്ധം സ്ഥാപിച്ചതാ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ഈ ദൈവത്തെ നീ അറിഞ്ഞതാ ഏറ്റവും വലിയ. നീ ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിൽ കൂടെ പോയപ്പോഴൊന്നും കോവിഡ് നിന്നെ തൊടാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തൂടെ പോയപ്പോൾ അനർത്ഥം വരാഞ്ഞിട്ടല്ല. അവിടെ എല്ലാം നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായും ഇസ്രായേലിനെ നടത്തിയ സ്വർഗം നിന്റെ കൂടെയുള്ളത് കൊണ്ടാ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധത്തിന് ഹല്ലേലൂയ കുതിര വ്യർത്ഥമെന്ന തിരുവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുതിര കൊണ്ടോ നമ്മുടെ രഥം കൊണ്ടോ നമ്മുടെ ആൾബലം കൊണ്ടോ ഒന്നുമല്ല വിടിവിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അബ്രഹാമിനെയോ അവന്റെ ഭാര്യയെ എന്ത് ചെയ്തരുത്? കൊണ്ടുപോകരുത്. സ്വർഗത്തിന്റെ ഓർഡറാ. സ്വർഗത്തിന്റെ ഓർഡർ. അബ്രഹാം ശാലം തെറ്റ് ചെയ്തു, അവിടെ വിടിവിക്കുന്നു. അതുകൊണ്ട് എന്റെ ദൈവമോ. സ്തോത്രം. നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ പറയും 115 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവൻ ഇഷ്ടമുള്ളതൊക്കെയും എന്ത് ചെയ്യുന്നു? അവൻ ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ആ ദൈവമാണ്. നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തരുമെന്ന. സ്തോത്രം. എന്താ ദൈവത്തിന്റെ മഹത്വം? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. സ്തോത്രം. തന്റെ മഹത്വത്തോടെ, സ്തോത്രം, മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. പദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് വാക്യങ്ങളാണ്. സ്തോത്രം. ഈ മഹത്വം. സ്തോത്രം. നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്ട്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. നിന്റെ മഹത്വം
നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. കണ്ടോ അവിടെ എന്താ മോശ പറയുന്നത്? നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. കണ്ടോ മോശയെ വിളിച്ചു. ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാനായിട്ട് മോശയെ എന്ന് വിടുമ്പോൾ മോശ പറഞ്ഞു, ഞാൻ എന്നതാ ചെന്ന് പറയട്ടെ ഫറവോനോട്? മോശയോട് ഒറ്റ മറുപടി പറഞ്ഞു, നീ പറയണം, ഞാനാകുന്നവൻ. സ്തോത്രം. അതാ എന്റെ മഹത്വം. അതെന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെയാ കാണിച്ചു കൊടുത്തത്? ആലുവ സ്തോത്രം 9 ആലുവ സ്തോത്രം ബാധ അയച്ചിട്ടും, മോശയിലൂടെ നടന്ന 9 ബാധ അയച്ചിട്ടും ഫറവോന്റെ ഹൃദയം ചലിച്ചില്ല. 10ാമത് വന്നപ്പോൾ ആലുവ സ്തോത്രം ദൈവം പറയാ, മോശേ നീ മാറിക്കോ, ഞാൻ ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് ഇറങ്ങും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. ആലുവ സ്തോത്രം ഇറങ്ങിയപ്പോൾ വിട്ടുകൊടുക്കുകയില്ലെന്ന ശക്തമായി വാദിച്ചു നിന്ന ഫറവോന്റെ ഹൃദയം അത്ര കഠിനമായി, കരിങ്കല്ല് പോലെ കഠിനമായിരുന്ന ഹൃദയത്തെ ചുറ്റിക വെച്ച് നമുക്കറിയാം വലിയ ബുൾഡോസർ കൊണ്ട് ഇടിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തെ അടിച്ച് ഉടച്ച് തവിട് പൊടി പോലെയാക്കുന്ന ഒരു അനുഭവം നമുക്കറിയാം. എന്താ അവിടെ നടന്നത്? രാത്രിയിൽ പറയുകയാണ്, ഞാൻ ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് അതിൽ കടന്നു പോകും. സ്തോത്രം. തന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. ആലുവ സ്തോത്രം കൊട്ടാരം മുതൽ കുടിൽ വരെ ആദിജാതന്മാരെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ആലുവ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തിയെങ്കിൽ മോശ പറയുക, നിന്റെ ഭുജവീര്യം എന്നെ കാണിച്ചു, നിന്റെ മഹത്വം എന്നെ വെളിപ്പെടുത്തി. ആലുവ സ്തോത്രം. അവൻ സാധാരണക്കാരനായ ഒരു ദൈവമല്ല ഈ പറയുന്നത്. ദേവന്മാരിൽ ദേവന്മാർക്കും ഇതുപോലെ പറയാനോ പ്രവർത്തിക്കാനോ പറ്റത്തില്ല. വായിച്ചേ 20 മുതലൊന്ന് വായിച്ചാട്ടെ. അതിന്റെ 20 മുതലൊന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 3:20 മുതലേ വായിച്ചാട്ടെ. നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാനക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ നിങ്ങൾ ഓരോരുത്തർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും കണ്ടോ. നിങ്ങളുടെ ദൈവമായ യഹോവ 2 രാജാക്കന്മാരോട് ആലുവ സ്തോത്രം ഓഗിനോടും സീഹോനോടും ചെയ്തത് നിങ്ങളുടെ കണ്ണാലെ എന്ത് ചെയ്തു? കണ്ടു. സ്തോത്രം. ചെറിയ കാര്യമല്ല. ആലുവ സ്തോത്രം. അവരതിലേക്കൊന്നും കയറ്റിവിടത്തില്ലെന്ന് വാദിച്ചു നിന്നവരെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കളെ കടത്തിക്കൊണ്ടു. അതുകൊണ്ടാ രാഘവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളാലുള്ള ഭീതി എന്ത് ചെയ്തിരിക്കുക? ഞങ്ങളുടെ ഇടയിൽ വീണിരിക്കുക. കാരണം നിങ്ങൾ പോകുന്നിടത്തുള്ള മുമ്പേ ആരാ പോകുന്നത്? ദൈവം കടന്നു പോവുക, അവന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എന്താ ചെയ്യുന്നത്? മുമ്പേ കടന്നു പോവുക മാത്രമല്ല, നിനക്ക് മുമ്പിൽ വരുന്ന താമരകഥകളെ അവൻ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ അവൻ മുറിക്കും, നിനക്ക് വേണ്ടി പാതി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആലുവാസ്. അതുകൊണ്ടാ നിങ്ങളാലുള്ള ഭീതി ഞങ്ങളിൽ ആരിൽ വീണിരിക്കുക. സ്തോത്രം. എന്താ കാര്യം? അവിടെ രാജാക്കന്മാരോട് ചെയ്തതൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ആലുവ സ്തോത്രം. ചെങ്കടലെ വിവാഹിച്ചത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ആലുവ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തോണം, ഇവിടെ ദൈവത്തിന്റെ മഹത്വം എന്നെ കാണിച്ചെന്ന മോശയോട് വിളിച്ചു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആലുവ സ്തോത്രം 104 സങ്കീർത്തനത്തിൽ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 104 സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിക്കും. കണ്ടോ, വസ്ത്രം ധരിക്കുന്നത് പോലെ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുക. വസ്ത്രം ധരിക്കുന്നത് പോലെ നിന്ന് ശുശ്രൂഷിക്കേണ്ട വിഷയം ഒത്തിരി വിഷയം അതിനകത്ത് കയറി വരുന്നുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇനി അവിടെ എന്തിനില്ല? രാത്രിയില്ല. സ്തോത്രം. നാം ചെല്ലുന്ന സ്ഥലത്ത് ഇനി എന്തില്ല? രാത്രിയില്ല. സ്തോത്രം. സ്തോത്രം. സൂര്യന്റെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. കാരണം ദൈവം തന്നെ അവിടെ പ്രകാശമാണ്. ആ പ്രകാശമായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ എന്താകുന്നു? വെളിച്ചമാകുന്നു. സ്തോത്രം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കട്ടെ. നോക്കിക്കേ, ആലുവ സ്തോത്രം. എന്ത് ചെയ്തിരിക്കുക? നീ പ്രകാശം ധരിച്ചിരിക്കുക. സ്തോത്രം. താഴ്ത്തു വായിച്ചാട്ടെ. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. കണ്ടോ. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് മൂടി
ആഴി കൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. കണ്ടോ, വെള്ളം പർവ്വതത്തിന്റെ മേളിലാ നിന്നിരുന്നേ. പക്ഷെ എന്താ സംഭവിച്ചത്? താട്ട് വായിച്ചാട്ടെ. അവൻ നിന്റെ ശാസനയാൽ എന്ത് ചെയ്തു? ഓടിപ്പോയി. സ്തോത്രം. എന്നിട്ട് താട്ട് വായിച്ചാട്ടെ. ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ. ഇതിൽ കൂടുതൽ എങ്ങനെ മഹത്വം കാണാൻ? ആലപ്പുഴ ബീച്ചിലോട്ട് പോയാൽ നമുക്ക് ഈ മഹത്വം കാണാൻ പറ്റും. എത്ര അരച്ചുകൾ ഇരമ്യാവിനകത്ത് ഇരമ്യാ പ്രവാചകൻ പറയുന്നത്, തിരകൾ എത്ര അരച്ചു കൂവി വന്നാലും സ്തോത്രം ഇവിടം വരെ വരാം, ഇങ്ങോട്ട് കയറരുത്. സ്വർഗത്തിന്റെ ഓർഡറാണ്. ഇവിടെ എത്ര കടൽ ഭിത്തി കെട്ടിയാലും സ്തോത്രം ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ചില വീടുകളെയൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്ന സുനാമി അടിച്ചു കയറി വരും. പക്ഷെ ഒന്നോർത്തോണം, സ്വർഗം പറഞ്ഞിരിക്കുക അവിടം വരെ അവിടെ അതിരി കൽപ്പിച്ചിരിക്കുക, ഇവിടം വരെ ഇങ്ങോട്ട് കയറരുത്. സ്തോത്രം. ഞാനൊരു ദൂത് ഇതിനകത്തുനിന്ന് പറയാം. നമുക്കെതിരെ പ്രശ്നങ്ങൾ കടന്നു വരാഞ്ഞിട്ടല്ല, സ്വർഗം കൽപ്പിച്ച് ചിലടത്ത് ആക്കി നിർത്തിയിരിക്കുക. ആരല്ലോ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയെന്ന് പറഞ്ഞെങ്കിൽ അവൻ ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല, അവന്റെ മഹത്വമോടെ വെളിപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. ബാധ എടുക്കാതെ വണ്ണം ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ പുതിയ നിയമസഭയായിരിക്കുന്ന എന്നെയും നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്വർഗത്തിന്റെ കരമാ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയതിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ആ കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ എന്താ വായിക്കുന്നത് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, എടുക്കണ്ട, കാനാവിൽ ഒരു കല്യാണ വിരുന്നില് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ചരിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. കാനാവിലെ കല്യാണ വിരുന്നിൽ അവരുടെ ഇല്ലായ്മയുടെ നടുക്കിലേക്ക് യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചതുകൊണ്ട്, ഈ മഹത്വമേറിയ ദൈവം അവിടെ കടന്നു വന്നതുകൊണ്ട് എന്താ അവിടെ നിർത്തി നടന്ന സംഭവം? അവിടെ ഇങ്ങനെ വായിക്കുന്നു, അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇല്ലായ്മയുടെ അവസ്ഥയിൽ സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കർത്താവ് ഇറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം സ്ഥിതികളെ മാറ്റിയെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഭാരപ്പെട്ട് നിന്നപ്പോൾ എങ്ങനെ ഈ വിഷയത്തിന് മറുപടി കാണുമെന്ന നീ ഭാരപ്പെട്ട് നിന്ന സമയത്ത് കർത്താവിന്റെ കരുണയുടെ കരമിറങ്ങി വന്നെങ്കിൽ, നിന്നെ രക്ഷിച്ചെങ്കിൽ, നിന്നെ വീണ്ടെടുത്തെങ്കിൽ അവൻ മഹത്വമുള്ള ഒരു ദൈവമാ നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ചെറിയ കാര്യമല്ല. തെസ്സലോനിക്ക സഭയോടുള്ള ബന്ധത്തില് തെസ്സലോനിക്ക 2 തെസ്സലോനി 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യോടെ വായിച്ചാട്ട് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ ഒന്ന് വായിച്ചാട്ട്. ഹല്ലേലൂയ സ്തോത്രം. 2 തെസ്സലോനി 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ട്. വേഗത്തിൽ വായിച്ചാട്ട്. 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുന്നു. കണ്ടോ, നമ്മുടെ കർത്താവായ തെസ്സലോനിക്ക സഭയോട് പൗലോസ് ലേഖ്യയ്ക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. എന്തിനാ വിളിച്ചതെന്നറിയാവോ? അവന്റെ മഹത്വം നമ്മളൊന്ന് പ്രാപിക്കണം. സ്തോത്രം. ഞാനും നിങ്ങളും ക്രിസ്തുവിനെയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നെങ്കിൽ, ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ഉള്ളിൽ ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഞാനും നിങ്ങളും ചെല്ലുന്നിടത്ത് ആ മഹത്വം കണ്ടേ മതിയാകത്തുള്ളൂ. പെട്ടകം ചങ്ങുന്ന പുരോഹിതന്മാര് കടന്നു വരുമ്പോൾ യോർദാനെ നീ പിൻവാങ്ങി പോകുന്നത് എന്തെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്. കുന്നുകളെ പോലെ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നതിന്റെ കാരണം എന്താന്ന് പറയുന്നുണ്ട്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിൽ ചവിട്ടാൻ യോശുവായോട് പറയുകയാണ്, മഹത്വം പ്രാപിച്ചവൻ, ഈ പെട്ടകവുമായി കടന്നു വരുന്നവൻ, അവൻ ചെന്ന് കാല് ചവിട്ടിയ മാത്രയിൽ സ്തോത്രം എന്താ? യോർദാൻ കലങ്ങി മറിഞ്ഞ് യോർദാൻ 2ആയി മാറാൻ തുടങ്ങി. ചില പ്രശ്നങ്ങൾ എന്താ മാറിപ്പോകുന്നറിയാവോ? ദൈവദാസന്മാർ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇറങ്ങി വന്നിട്ട് നമ്മുടെ മിടുക്കല്ല, കഴിവല്ല, പണത്തിന്റെ വലുപ്പമല്ല, വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, ഞാനും നിങ്ങൾ കടന്നു ചെല്ലുന്നിടത്ത് ദൈവപ്രവൃത്തി നടത്തുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? മഹത്വമേറിയ ദൈവം എന്റെയും നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട്. പൗലോസ് പറയുക, നിങ്ങളെ അവൻ എന്തിനാ വിളിച്ചെന്നറിയാവോ? അവന്റെ മഹത്വം പ്രാപിക്കാനായിട്ടാ. യേശു ക്രിസ്തു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു.
ഹല്ലേലൂയ സ്തോത്രം. ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, പാമ്പിന്റെ ബുദ്ധിയുടെ മുമ്പിൽ തലകുനിച്ച ആദാമിയ വർഗത്തെ രക്ഷിപ്പാനായി കാൽവരി ക്രൂശിൽ സാത്താന്റെ തല, പാമ്പിന്റെ തല തകർത്തുകൊണ്ട് അവന്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ട് ആ അതോറിറ്റി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാ. അത് തന്നിട്ട് പറയുക, ആരെയോ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ അതോറിറ്റി നമ്മളിലേക്ക് പകർന്നേച്ച കർത്താവ് ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ നമുക്ക് എന്നിട്ട് പറയുക, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കാനും കെട്ടാനുള്ള അധികാരം ആ താക്കോല് പത്രോസിനോട് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. താക്കോൽ നിനക്ക് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അധികാരം നിന്റെ കയ്യിലേക്ക് തരികയാ. നീയാണ് ഇനി അത് ചലിപ്പിക്കേണ്ടത്. നിന്റെ കയ്യിലാണ് അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവവൈതലായി തീരുവാൻ, ക്രിസ്തുവുമായി ബന്ധം സ്ഥാപിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കൃപ തന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്നു, എന്റെ ദൈവമോ ഹല്ലേലൂയ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തത്. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളും എടുത്ത് സംസാരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം കൂടെ ഓടിച്ചൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ എന്തോന്നും ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. അതിന് മുമ്പത്തെ ആ കണ്ണി മുതൽ തുടങ്ങി. കണ്ടോ, പൗലോസിന് പറയാനൊരു കാര്യമുണ്ട്. ആ ദൈവത്തിന്റെ ധനം, സ്തോത്രം, പിന്നെ അവന്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും. കണ്ടോ, അവന്റെ വഴികൾ എത്ര അഗോചരവുമാണ്. പൗലോസിന് ആരെങ്കിലും ചിന്തിച്ചിട്ട് പിടികിട്ടാത്തൊരു കാര്യം അതാ. അയ്യോ, അവന്റെ ധനം. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, തന്റെ ധനത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം. എന്താ അവന്റെ ധനത്തിനൊത്തവണ്ണം? നമ്മളുടെ ധനവും നമ്മുടെ നമ്മൾക്ക് ഈ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നതും എല്ലാത്തിനും. പക്ഷെ കർത്താവിന്റെ ധനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, കരയുന്ന കാക്കക്കുഞ്ഞിന്റെ ആഹാരം ഏതാണെന്ന് അവനറിയാം. കാട്ടിലെ മൃഗത്തിന് കൊടുക്കേണ്ട ആഹാരം ഏതാണെന്ന് അവനറിയാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു കാര്യം പറയും. ഹല്ലേലൂയ സ്തോത്രം, ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആനയുടെ ആഹാരം ഏതാന്ന് ദൈവത്തിന് അറിയാം. അത് ഉറുമ്പിന്റെ ആഹാരം ഏതാന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞിനും അതിന്റെ ആഹാരം കൊടുക്കാൻ കഴിയും. അവന്റെ ജ്ഞാനം, അവന്റെ ധനം. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ധനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ഏതെല്ലാം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൂടി പൗലോസ് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ ഹല്ലേലൂയ സ്തോത്രം ആ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തില് ദൈവത്തിന്റെ കരവിരുത് കണ്ടില്ലേ? ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു, പൗലോസ് ആ ഹല്ലേലൂയ സ്തോത്രം ആ കപ്പൽ ഛേദം സംഭവിച്ചു കഴിഞ്ഞ് അവർ ചെന്ന് കയറിയത് ഒരു മെലിത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ്. ആ ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഹല്ലേലൂയ സ്തോത്രം? അവിടുന്ന് അവനെ വിടുന്നത് വളരെ സൽക്കരിച്ചുകൊണ്ടാണ് വിടുന്നത്. ദൈവം കണ്ടോ, കൊണ്ട് കണക്ട് ചെയ്ത് കൊടുത്ത മാർഗങ്ങളൊക്കെ കണ്ടോ. പൗലോസ് അവിടെ ഒന്നും ഹല്ലേലൂയ സ്തോത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിട്ട് പറയുന്നില്ല. ദൈവത്തിനറിയാം എങ്ങനെ എവിടെ കൈകാര്യം ചെയ്യണോ. അതുകൊണ്ട് പൗലോസ് പറയുക, അവന്റെ ധനം, അവന്റെ ജ്ഞാനം, അതിന്റെ ആഴം. സ്തോത്രം. ആ ദൈവമാണ് നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത്, നമ്മുടെ പ്രയാസങ്ങൾക്ക് അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന. ഹല്ലേലൂയ സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേരെ മരുഭൂമിയിൽ തീറ്റിച്ച ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവന്റെ ധനം എന്താ? അവന്റെ ഹല്ലേലൂയ ജ്ഞാനം എന്താ? എത്ര വലിയതാ, എത്ര ശ്രേഷ്ഠമേറിയ അറിവാണ് അവനിലുള്ളത്. ആ ജ്ഞാനത്തോടെ, ആ ബലത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ പൗലോസ് പറയുന്നു, ഫിലിപ്പിയ സഭയോട് പറയുക, എന്റെ ദൈവമോ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്ത്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭാഗിക പ്രവൃത്തിയല്ല. ദൈവം ഒരു കാര്യം ചെയ്താൽ നമുക്കറിയാം. എബ്രായ ലേഖനം 7:25 ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 7:25 ഇതിങ്ങനെ വായിക്കുന്നുണ്ട്. പൂർണ്ണമായി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഭാഗിക പരിപാടി ദൈവത്തിനില്ല. പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ കാൽവരി ക്രൂശിൽ ശകലം ബാക്കി യോഹന്നാന് വേണ്ടിയും ശകലം പത്രോസിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയല്ലായിരുന്നു. സകലം നിവൃത്തിയായി എന്ന് പറഞ്ഞു. അവസാനത്തെ മൊഴിയതാണ്. സകല പിതാവ് ഏൽപ്പിച്ചത് മുഴുവൻ തീർത്തിട്ടാ പോയത്. എന്തെല്ലാം ഇവിടെ യാഗങ്ങൾ കഴിക്കണമോ അതെല്ലാം ചെയ്ത് തീർത്തിട്ട് പറയുക, സകലതും നിവൃത്തിയായി. വായിച്ചാട്ടെ 7:25 വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരം
മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് കണ്ടോ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയാ, അകലുന്നവർക്ക് വേണ്ടിയല്ല, അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ. അത് ഒരിക്കൽ വന്നിട്ട് പിന്നെ മരിച്ചു പോകുന്ന ആളല്ല, സദാ ജീവിക്കുന്നവനാ. ആകയാൽ കണ്ടോ, അവരെ ഭാഗികമായുള്ള രക്ഷയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പൂർത്തി വരുത്തുന്നവനാ. പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്ത. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പ്രാപ്തനായ ദൈവമായി. ഈ ദൈവത്തെയാ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയത്. ഈ ഭൂമിയിൽ വെച്ച് ഈ ദൈവവുമായിട്ടാണ് നമ്മൾക്ക് ഈ ആയുസിനകത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കർത്താവിനെ കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം. നമ്മുടെ ഏത് പ്രതിസന്ധി, ഏത് പ്രയാസമാണെങ്കിലും പൂർണ്ണമായി തീർത്തു തരാൻ കഴിവുള്ളവൻ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, പൂർണ്ണമായി തീർത്തു തരും. ക്രിസ്തുവിൽ എന്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ധനത്തിനൊത്തവണ്ണം, തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ എങ്ങനെ തരുമെന്നാ പറഞ്ഞാൽ പൂർണ്ണമായി തീർത്തു. ഭാഗിക പരിപാടിയില്ല, ദൈവം പൂർണ്ണമായി തരുന്നവൻ. ആ കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സമയം അനുഭവിച്ച ഇരുദാസ് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്നു അങ്ങയുടെ പാദപടത്തിൽ ഇരിപ്പാനും അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം ആഴമേറിയ ദൂതുകളെ ഞങ്ങൾക്ക് നൽകി തരുവാനും അവിടുന്ന് കൃപ തോന്നിയതിനായി സ്തോത്രം. അടിയൻ ഏതുമല്ല എന്ന് സമ്മതിക്കുന്നു. അവിടുന്ന് തന്ന വചനം അതുപോലെ ഷെയർ ചെയ്യുവാനും അവിടുന്ന് കൃപ തന്നതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനപ്രകാരം ജീവിപ്പാനും അതിൽ ശക്തിപ്പെടുവാനും ഞങ്ങളെ ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. കേട്ട എല്ലാവരുടെ മേലും, ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ കർത്താവെ, അവിടുത്തെ കരുണയുടെ കരം അവരുടെ മേലൊന്ന് ചൊരിയണം, അവിടുന്ന് ഒന്ന് നീട്ടണം. പൂർണ്ണമായ ഒരു വിടുതലായി കാണുവാൻ ദൈവം കൃപ കൊടുക്കും. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഏൽപ്പിക്കുന്നു, അടിയങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്നോടത്ത് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.